ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള മുഴുവൻ വിഷയങ്ങളുടെയും പാഠപുസ്തകങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ തന്നെ വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ കേരള സിലബസ് പുസ്തകങ്ങളായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികൾ പുതിയ ക്ലാസ്സിലേക്ക് പാസ്സായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് പുസ്തകങ്ങൾ ലഭിച്ചാലും ലഭിച്ചിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് ഓൺലൈനിലൂടെ എല്ലാ വിഷയത്തിൻ്റെയും ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ പാഠപുസ്തകങ്ങൾ എടുത്തിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് നല്ലൊരു ഓപ്ഷനാണിത്. നമുക്ക് PDF ഫയലായിട്ടാണ് ഓരോ വിഷയത്തിൻ്റെയും ടെക്സ്റ്റുകൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്, ഈ വെബ്സൈറ്റിൽ നിന്ന് ഓരോ ക്ലാസ്സിലെ ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട്. ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ആയിരിക്കും. ഈ QR കോഡ് ഉപയോഗിച്ചിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകൾ എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോഴേക്ക് ലിങ്ക് ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. ഇവിടെ ആദ്യം സെലക്ട് മീഡിയം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് മലയാളം മീഡിയം ആണെങ്കിൽ അത് തന്നെ മതി, അല്ല ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയമോ തമിഴോ കന്നഡയോ മാറ്റാവുന്നതാണ്. ഇനി ഇവിടെ സെലക്ട് ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നിങ്ങളുടെ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഏത് സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം ടെക്സ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അല്പനേരം കാത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പുസ്തകം ഇവിടെ ലോഡായി വരുന്നതാണ്. ഇനി ചില വിഷയങ്ങളുടെ പുസ്തകങ്ങൾ 2 പാർട്ടായിട്ടുണ്ടാവും, പാർട്ട് 1 പാർട്ട് 2. അത് അങ്ങനെ തന്നെ വരുന്നതാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ഒറ്റ പാഠപുസ്തകം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളിവിടെയുള്ള ഗ്രീൻ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാഠപുസ്തകം ഓൺലൈനായിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇത് ഓൺലൈനിൽ വായിക്കുന്ന ഒരു ഓപ്ഷനാണ്. പാഠപുസ്തകത്തിൻ്റെ എല്ലാ പേജുകളും ഉണ്ടാവും. 96 പേജ് ഉണ്ട്. അതിൽ 4ാമത്തെ പേജാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് സാധാരണ പോലെ തന്നെ ആ പേജ് സൂം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും പാഠപുസ്തകം ഉപയോഗിക്കണമെങ്കിൽ ഇവിടെയുള്ള ഗ്രീൻ ബട്ടൺ ഉണ്ടല്ലോ ഡൗൺലോഡിങ്ങിൻ്റെ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ ആ പാഠപുസ്തകം ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആകുന്നതാണ്. ഇത് നമ്മുടെ PDF ഫയൽ റീഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് നിന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാ പേജുകളും ഡൗൺലോഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ടും ഈ ടെക്സ്റ്റ് പുസ്തകം നമുക്ക് കുട്ടികൾക്കായിട്ട് പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് ഉപയോഗിച്ചിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്നും വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവർ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഉണ്ടല്ലോ, ഈ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലെ അഡ്രസ് ബാർ ഉണ്ടല്ലോ, അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം. ടെക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട് ഉണ്ട്, എന്നിട്ട് ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം. അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഈ വെബ്സൈറ്റിൽ ഇവിടെ ആദ്യം തന്നെ കേരള സിലബസ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉണ്ട്. ഇനി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ആ പോസ്റ്റർ ഉണ്ടാവും. ഇനി ഇവിടെയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാറിൽ നിങ്ങൾ കേരള എന്ന് സെർച്ച് ചെയ്യുക. വെറും കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ആദ്യം തന്നെ ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.